വീണ്ടും വാർത്തകളിലേക്ക്. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമ ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ഹൈക്കോടതി കാണും. ലാൽ മീഡിയയിൽ സൗകര്യമൊരുക്കാമെന്ന് നിർമ്മാണ കമ്പനി അറിയിച്ചു. സിനിമ കണ്ടതിന് ശേഷം തീരുമാനമെടുക്കാമെന്ന് ജസ്റ്റിസ് എൻ നഗരേഷ് വ്യക്തമാക്കി. അതിനിടെ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് ഹൈക്കോടതിയുടെ മറ്റൊരു ബെഞ്ചും പറഞ്ഞു. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, ഹൈക്കോടതിയുടെ 2 ഇടപെടലുകൾ. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ഹൈക്കോടതി കാണും. തുടർന്നായിരിക്കും എന്ത് തീരുമാനമെടുക്കണം എന്നുള്ളത് തീരുമാനിക്കുക. അതോടൊപ്പം തന്നെ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്ന് ഹൈക്കോടതിയുടെ ബെഞ്ചും പറയുകയുണ്ടായല്ലോ. രണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. രോഹിണി, ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചലച്ചിത്രം ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ഹൈക്കോടതി ജഡ്ജി എൻ നഗരേഷ് കാണും. അതിനുശേഷം വരുന്ന ബുധനാഴ്ചയായിരിക്കും ഈ പ്രദർശനാനുമതി വിവാദവുമായി ബന്ധപ്പെട്ട് ഈ ചിത്രത്തിന്റെ നിർമ്മാണ കമ്പനി നൽകിയ ഹർജി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുക. ലാൽ മീഡിയയിൽ വെച്ച് ഈ സിനിമ പ്രദർശിപ്പിക്കാമെന്നുള്ള ഒരു നിലപാടാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഈ നിർമ്മാണ കമ്പനി ഹൈക്കോടതി അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ഈ ചിത്രം കണ്ടുകൊണ്ട് അതിനുശേഷം അന്തിമ തീരുമാനത്തിലേക്ക് എത്താമെന്നുള്ളതാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് സ്വീകരിച്ചിട്ടുള്ള നിലപാട്. ഇന്ന് ഈ ഹർജി പരിഗണിച്ച വേളയിലാണ് ഇത് സംബന്ധിച്ചുള്ള നിർണായകമായിട്ടുള്ള നിലപാടിലേക്ക് ഹൈക്കോടതി കടന്നത്. ആദ്യഘട്ടത്തിൽ, അതായത് ഈ ഹർജി ആദ്യം വന്ന സമയത്ത് ഹൈക്കോടതിയിൽ ഹർജിക്കാരടക്കം ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യമാണ് ഈ ചിത്രം കാണണമെന്നുള്ളത്. പക്ഷേ സമയം അധികം പോകും എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി അത്തരമൊരു തീരുമാനത്തിലേക്ക് കടന്നിരുന്നില്ല. പക്ഷേ വാദഗതികളൊക്കെ തന്നെ സങ്കീർണമായ ഒരു സാഹചര്യത്തിലും അതോടൊപ്പം തന്നെ എന്തടിസ്ഥാനത്തിലാണ് ജാനകി എന്നുള്ള പേര് ഒഴിവാക്കാനായിട്ട് സെൻസർ ബോർഡ് നിർദ്ദേശം നൽകിയത് എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ചിത്രം കണ്ടുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു ഉത്തരവിലേക്ക് കടക്കാമെന്നുള്ള തീരുമാനത്തിലേക്ക് ഹൈക്കോടതി കടന്നത്. അതാണെന്ന് ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട വാർത്ത. അതിനിടെ രോഹിണി, മറ്റൊരു ഹൈക്കോടതിയുടെ ബെഞ്ചും നിർണായകമായിട്ടുള്ള ഒരു ഹർജി പരിഗണിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഉണ്ടായിരുന്നു. ആ ഹർജി ഹൈക്കോടതി തീർപ്പാക്കിയിട്ടുണ്ട്. CBIയുടെ അന്വേഷണം നിലവിൽ വേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനമാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. പക്ഷേ ഹൈക്കോടതി ചില പരാമർശങ്ങൾ സർക്കാരിനോട് എന്നുള്ള രീതിയിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിലെ യഥാർത്ഥ പ്രതികളെ മുഴുവനും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം, അതിന് നടപടികൾ ഉണ്ടാകണമെന്നുള്ളതായിരുന്നു ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുള്ളത്. നിലവിൽ 22 കേസുകൾ രജിസ്റ്റർ ചെയ്തതായിട്ടും 10 എണ്ണത്തിൽ കുറ്റപത്രം സമർപ്പിച്ചുവെന്നും ബാക്കിയുള്ളതിൽ ഉടൻ തന്നെ കുറ്റപത്രം സമർപ്പിക്കുമെന്നുള്ള ഒരു കാര്യം തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്. എന്തായാലും മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നുള്ളതാണ് കരുവന്നൂർ കേസിൽ ഹൈക്കോടതിയുടെ നിലപാട്. രോഹിണി, ശരി. രേഷ്മ ബാബു ആണ് വിശദമായ വിവരങ്ങൾ നമുക്ക് നൽകിയത്. ഇനി കാണാം കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ.